ഇന്ന് രാവിലെ വളരെ ഹാപ്പി ആയിട്ട് പോയതാണ്. എല്ലാ സ്ഥലത്തും കൊടുത്തിട്ട് പോരാന്നൊക്കെ കരുതിയിട്ട് വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കുറേ സ്കൂളിലേക്കാണ്. കഴിഞ്ഞ വ്ളോഗിൽ അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തെ മുമ്പത്തെ വ്ളോഗിൽ നമ്മൾ കുറേ സ്കൂൾ കവർ ചെയ്തിരുന്നു, റെസ്യൂം കൊണ്ടുപോയി കൊടുത്തിരുന്നു. എന്നിട്ടും കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. ആ സ്കൂളിലേക്കൊക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ പോകാൻ പോവാണ്, റെസ്യൂം കൊടുക്കാൻ പോവാണ്. ഏകദേശം നമ്മളൊരു 4-5 സ്കൂൾ കടന്നിട്ടുണ്ടാവൂലേ? വേഗം വീട്ടിലെത്താം. എങ്ങനെയുണ്ട്? 4-5 സ്കൂൾ കവർ ചെയ്തിട്ടുണ്ടാവൂലേ ഇപ്പോൾ? അതാ ഈ ഒരു സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും കൂടി കൊടുത്തിട്ട് നമുക്കവിടെ പോവാം. ഇനി ഉണ്ടല്ലേ 2 സ്കൂളിലും കൂടി പോയി ഇപ്പോൾ ഒരു 7-8 സ്കൂളെങ്കിലും ഇപ്പോൾ റീച്ച് ആയിട്ടുണ്ടാവും. ഇത്രയും സ്ഥലത്ത് റെസ്യൂം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരു സ്കൂളിലും കൂടി കൊടുത്തിട്ട് വെയിറ്റിങ്ങിലാണ്. നമ്മളൊരു 10-20 സ്ഥലത്തൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്നിനകത്ത് നിന്നെങ്കിലും നമ്മളെ വിളിച്ചാൽ അത്രയും നല്ല കാര്യം. അവിടെ അതിന് വേക്കൻസി കൂടി വേണം. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ കാര്യമുള്ളൂ. ഈ 8-10 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിലകത്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമെന്ന് കരുതാം, പ്രതീക്ഷിക്കാം അല്ലേ? ശുഭാപ്തി വിശ്വാസം. ഒരു മണിയായപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കയറി എഗ് നൂഡിൽസും ഗോബി മഞ്ചൂരിയനും കഴിച്ചു. ഇപ്പോൾ അതാ പുറത്തിറങ്ങി സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അഞ്ച് മണിയായി ഗൈസ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഞങ്ങൾ കൊടുത്തു. ഇതിപ്പോൾ ലാസ്റ്റ് സ്കൂളാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം. ടയേർഡായോ ബേബി? ക്ഷീണിച്ചോ? സകല സ്കൂളിലും കറങ്ങി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്ക് സമയം 6 മണി. ഇത്രയും സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് റെസ്യൂമൊക്കെ കൊടുത്തതിന് വല്ല റിസൾട്ട് ഉണ്ടായാൽ മതിയായിരുന്നു. എന്തായി ചൊത്തൻ്റെ ജലദോഷം? ജലദോഷമൊക്കെ മാറിയോ? മൂക്കുന്ന് വെള്ളം വരുന്നുണ്ടോ? വരുന്നുണ്ടോ? എന്താ മാറാറ്റ്? മരുന്ന് കുച്ചല്ലേ? മരുന്ന് കുടിച്ച് സോക്സ് ഊരിട്ടൂല്ലേ ചൊത്തൻ? വെറുതെ അല്ല, ജലദോഷത്തിന്റെ മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊത്തന് ഉറക്കം വരും. ഏത് മിഠായിയോ? കണ്ണിലുള്ള മിഠായി വേണത്രേ. സ്കൂളില്ലേ? പോണം. ഉണ്ടാകാതെ മാറിയിട്ടില്ല. അങ്ങനെ പോകാൻ പോണോ? ചെറുത്തിന് ഇഷ്ടപ്പെട്ട ഗൊയ്യ ഉണ്ടല്ലോ, കഴിച്ചോളോ? നമ്മ എന്തായാലും നേരത്തെ കടന്നുറങ്ങാൻ പോവുകയാണ്. സമയം 8:45 ആൾക്ക് ഭയങ്കര ക്ഷീണം. ഇന്നാണെങ്കിൽ ചില്ലറ അലച്ചിലൊന്നുമല്ല. ലീവ് എടുത്തതേ റെസ്റ്റ് എടുക്കാനാ. റെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? അന്നായിരുന്നു അലച്ചില്, പിന്നെ അധികമാവൂലേ? ഞാൻ റെസ്റ്റ് എടുക്കാനാ ലീവ് എടുത്തത് തന്നെ. വയ്യായ്മയിലെല്ലാം പോയതന്നെ. ശരി, ആ പണി നടന്നോ? അതും എന്തായാലും നമ്മളൊരു 8-10 എണ്ണത്തിൽ കൊണ്ടേ കൊടുത്തില്ലേ? ഒന്ന് കിടക്കട്ടെ. അതുകൊണ്ട് എവിടെന്നെങ്കിലൊക്കെ വിളിക്കാനുള്ളൊരു ചാൻസ് റെഡി ആയില്ലേ? അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. പോയതിന് മെച്ചപ്പെടുകയും ഒക്കെ ശരിയാവാ. ഈ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് എന്തായാലും വരും. എന്നിട്ടിപ്പോ എന്താ നാളെ പോകാനുള്ള പ്ലാൻ ഉണ്ടോ? അതോ എത്ര ദിവസം വെച്ചാൽ ലീവ് എടുക്കണ അറിയില്ല. തീരെ വയ്യെങ്കിൽ അവര് വിശ്വസിക്കോ? എത്ര ദിവസം? കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് നമ്മൾ ലീവിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒന്നല്ല, ശനിയാഴ്ച. വെള്ളിയാഴ്ച ഒന്നല്ല, ശനിയാഴ്ച. ശനിയാഴ്ച പോയില്ല. പിന്നെ തിങ്കളാഴ്ച ലീവായിരുന്നു. ഇന്നലെ പോയില്ല. 2 ദിവസം പോയില്ല. അതാ പറയണം. ഇന്നലെ അല്ല, ഇന്നലെ ചൊവ്വാഴ്ച 2 ദിവസം പോയില്ല. എത്ര ദിവസത്തെ ലീവാലേ? നാളെ പോകണമെന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടി ബ്ലോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നാളെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് ഇന്റർവ്യൂവിന് വിളിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുട്ടി ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.